ബ്രഹ്മദേവനാൽ നിർമ്മിതമായ ഗാന്ധീവമെന്ന അദ്ഭുത ആയുധം അദ്ദേഹം ശിവഭഗവാന് സമർപ്പിച്ചു. അദ്ദേഹം അത് 1000 വർഷം സംരക്ഷിച്ചു. ശിവഭഗവാന് ശേഷം ഗാന്ധീവം വീണ്ടും ബ്രഹ്മദേവനിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം 503 വർഷം ആ ദിവ്യ ആയുധത്തെ സംരക്ഷിച്ചു. ശേഷം ഇന്ദ്രദേവൻ 580 വർഷങ്ങളും ചന്ദ്രദേവൻ 500 വർഷങ്ങളും വരുണദേവൻ 100 വർഷങ്ങളും ഗാന്ധീവത്തെ യഥാക്രമം സംരക്ഷിച്ചു പോന്നു. ഖണ്ഡവ വന ദഹന സമയത്ത് അർജുനന്റെ പരാക്രമത്തിൽ സംപ്രീതനായ അഗ്നിദേവന്റെ നിർദ്ദേശമനുസരിച്ച് വരുണദേവൻ അർജുനന് ഗാന്ധീവം സമ്മാനിച്ചു. മഹാഭാരത യുദ്ധത്തിനു ശേഷം ശ്രീകൃഷ്ണൻ വൈകുണ്ഠം പോകി. അതിനു മുൻപായി ദ്വാരകയെ കടലെടുക്കുമെന്നും അതിനാൽ ദ്വാരകാവാസികളെ സംരക്ഷിക്കണമെന്നും അർജുനനോട് ഭഗവാൻ നിർദ്ദേശിച്ചിരുന്നു. ഒരിക്കൽ അജയ്യനായിരുന്ന അർജുനൻ ഗാന്ധീവം പ്രയോഗിക്കാനായി പാടുപെട്ടു. വ്യാസഭഗവാൻ ആ നിമിഷത്തെ ഭൂമിയിലെ തന്റെ സമയം അവസാനിക്കാറായതിന്റെ സൂചനയായി മുൻകൂട്ടി അർജുനനോട് പറഞ്ഞിരുന്നു. പാണ്ഡവർ സ്വർഗാരോഹണത്തിനായി യാത്ര തുടങ്ങിയപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് അർജുനനോട് ഗാന്ധീവം വരുണന് തിരികെ നൽകാനായി ആവശ്യപ്പെട്ടു. പാണ്ഡവ സഹോദരന്മാരുടെ പ്രേരണയാൽ അർജുനൻ ഗാന്ധീവവും ആവനാഴിയും സമുദ്രത്തിലേക്ക് സമർപ്പിച്ചു. ഗാന്ധീവം ഇപ്പോഴും കൽക്കി അവതാര സമയത്തിനായി കാത്തിരിക്കുന്നു.